സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ നടക്കാൻ തന്നെ കാരണം വൺ ഓഫ് ദി റീസൺ അജുവേട്ടനാണ്. അജുവേട്ടൻ തന്ന കോൺഫിഡൻസും അജുവേട്ടൻ തന്ന ഒരു സപ്പോർട്ടുമാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബലമായിട്ടുള്ളത്. ഒരു ജഗദീഷിനെയും ഒടുവിലിനെ ഒക്കെ വെച്ചിട്ട് മനസ്സിൽ ആവാഹിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് അവരെ അനുകരിക്കുക എന്നുള്ളതല്ല, അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ ടെൻഷൻ എന്നാൽ ഒപ്പിക്കാൻ പാടുപെടുന്ന കുറേ ആൾക്കാർ. ഒരു ആക്ടറിന് ശരിക്കും പറഞ്ഞാൽ ടാലന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ഈ ലക്ക് ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ട് ഉണ്ട്. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സാധനം എങ്ങനെ വന്നു. ഞാൻ പറഞ്ഞ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ തന്നെ വന്നത് ഭയങ്കര ഭാഗ്യത്തിന്റെ കളിയാണ്. ആ സമയത്ത് പവിശങ്കർ അവിടെ ഉണ്ടാവുകയും അവൻ ബേസിൽ ബ്രോയെ വിളിക്കുകയും ആ സമയത്ത് ഞാൻ അടുത്തുണ്ടാവുകയും എന്നൊക്കെ പറയുന്ന ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. നായകനാവുമ്പോഴുള്ള കുറേ ഉത്തരവാദിത്തങ്ങളും കുറേ സ്ട്രഗിളും കുറേ തലപോകിക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരേ ജോണറിലുള്ള സാധനങ്ങൾ മാത്രം ചെയ്യേണ്ട പല സാധനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വില്ലനായിട്ട് ചെയ്യാം, കോമഡി ചെയ്യാം, ഈ പറയുന്ന സീരിയസ് ക്യാരക്ടർ ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പം വൈറ്റ് ആൾട്ടയിലെ ഈ സംസാരിക്കാത്ത ആളായാൽ തന്നെ നമ്മൾ മനസ്സിലൊരു സാധനം എവിടെയൊക്കെ കണ്ടുവച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ പരുവപ്പെടുത്തിയിട്ട് എല്ലാത്തിനെയും കൂടെ കൊളാബ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. പലർക്കും പല രീതിയിലുള്ള പ്രോസസ്സാണ്. എൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ റൈറ്റേഴ്സ് ഉണ്ട്. അതിലുപരി ഏറ്റവും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്, ലെജൻസ് ആയിട്ടുള്ള നടന്മാരുണ്ട്, അപ്പോൾ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം.